ബലാത്സംഗ ഭ്രൂണഹത്യ കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. കേസിൽ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. തന്റെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രമേ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനമെടുക്കാവൂ എന്നാണ് അതിജീവിത ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. വിഷ്ണു സുരേഷ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ചേരുകയാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ, ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ 3-ാം തവണയാണ് ഹൈക്കോടതിക്ക് മുമ്പാകെ വരുന്നത്. നേരത്തെ 2 തവണ ഹൈക്കോടതി പരിഗണിച്ചപ്പോഴും രാഹുലിന്റെ അറസ്റ്റ് തടയുകയും 1 തവണ അറസ്റ്റ് തടഞ്ഞ നടപടി നീട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് 703-ാമത്തെ ഐറ്റമായാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എത്തുന്നത്. ഇന്നത്തെ ജാമ്യാപേക്ഷയിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉള്ളത്, ഈ പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് അവർ റിട്ട് പെറ്റീഷൻ നൽകിയത്. തന്നെ കൂടി കക്ഷി ചേർക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. തന്റെ ഭാഗം കൂടി കേൾക്കണം. സമാനതകളില്ലാത്ത സൈബർ ആക്രമണം നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഹുലിന് ജാമ്യം നൽകിയാൽ തന്റെ ജീവനടക്കം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടി കേട്ട ശേഷം മാത്രമേ രാഹുലിന്റെ ജാമ്യാപേക്ഷയിന്മേൽ ഒരു തീരുമാനം എടുക്കാവൂ എന്നാണ് അവരുടെ ആവശ്യം. സ്വാഭാവികമായും സാധാരണഗതിയിൽ ബലാത്സംഗ കേസിൽ ഇരയുടെ ആവശ്യം അല്ലെങ്കിൽ അവരെ കക്ഷി ചേർക്കണമെന്ന ആവശ്യം അംഗീകരിക്കാറുണ്ട്, അവരെ കേൾക്കാറുണ്ട്. അത് സംഭവിക്കും. അതിനുശേഷം വിശദമായ ഒരു ദിവസത്തേക്ക് എല്ലാവരെയും കേൾക്കുന്നതിന് വേണ്ടി വിശദമായ ഒരു ദിവസത്തേക്ക് കേസ് മാറ്റാനുള്ള സാധ്യതയാണ് ഇന്നുള്ളത്. രാഹുലിനെ സംബന്ധിച്ച് നിലവിൽ ആശ്വാസമാണ്. കാരണം നോട്ട് ടു അറസ്റ്റ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്കൊന്നും പോലീസ് ഇപ്പോൾ പോകുകയില്ല. ഇന്ന് ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പക്ഷേ രാഹുലിന്റെ ഹർജി പരിഗണിക്കാനുള്ള സാധ്യതയുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.